ചേമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് 5 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ളതും അതുപോലെ തന്നെ കുറച്ചു പേര് സഹായിച്ചതും എല്ലാം കൂടി ആയിട്ട് ഏകദേശം 4 ലക്ഷം രൂപയോളം അവര് അറേഞ്ച് ചെയ്തു കേട്ടോ. ബാക്കിയായിട്ട് ഇനി വേണ്ടത് 1 ലക്ഷം രൂപയാണ്. ദേവുവിന്റെ കയ്യിലുള്ള 50,000 രൂപയും രേവതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ 1 ലക്ഷം രൂപയ്ക്ക് താൻ എവിടെ പോകുമോ എന്നുള്ള കാര്യം രേവതി ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്കറിയുന്ന ഒരു ഫൈനാൻസ് ഉണ്ട്, ഞാൻ എന്തായാലും അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം എന്ന് ദേവു പറയുവാണേ. എന്നിട്ട് രേവതിയെ സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പണത്തിന്റെ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ദേവു ആണെന്നുണ്ടെങ്കിൽ ദേവുവിന് അറിയുന്ന ഫൈനാൻസർ ഒന്നും ഇല്ല കേട്ടോ. അരുണിനെ കാണാൻ വേണ്ടിയിട്ട് എത്തുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അരുൺ എന്താ കാണണമെന്ന് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മുടെ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടി. അതിന് പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ചേച്ചിയുടെ കയ്യിലുള്ളതും അതുപോലെ തന്നെ എന്റെ കയ്യിലുള്ളതും പിന്നെ കുറച്ച് ഫ്രണ്ട്സും അവരവരെ എല്ലാരും കൊടുത്തിട്ട് എല്ലാം കൂടി ഏകദേശം 4 ലക്ഷം രൂപയോളം ഇപ്പൊ കയ്യിലുണ്ട്. ബാക്കി 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഫൈനാൻസേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ കടം മേടിച്ചു തരുമോ എന്നാണ് ദേവു ചോദിക്കുന്നത്. ഇത് കേട്ട അരുണാണെങ്കിൽ ഞാൻ അങ്ങനെ ഫൈനാൻസേഴ്സിന്റെ അടുത്തൊന്നും പോയിട്ട് കടമൊന്നും മേടിക്കാറില്ല. അതുമാത്രമല്ല ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കടം മേടിച്ചു കഴിഞ്ഞ് അത് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ എന്റെ ജോലിയെ വരെ ബാധിക്കും. കാരണം അവര് അതിന്റെ പേരിൽ മുതലെടുക്കാൻ വേണ്ടി നോക്കുമെന്നൊക്കെ അരുൺ ദേവുവിന്റെ അടുത്ത് പറയുവാണേ. അതുകൊണ്ട് തന്നെ ഈ കടം വാങ്ങുക അതുപോലെ തന്നെ പലിശയ്ക്ക് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് അരുൺ പറയുകയാണേ. അരുണിന്റെ ആ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ദേവു ആണെന്നുണ്ടെങ്കിൽ ആകെ പ്രതീക്ഷയില്ലാത്ത പോലെ ആവുന്നുണ്ട് കേട്ടോ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം എന്ന് പറയുവാണ് കേട്ടോ നമ്മുടെ ദേവു. നിനക്ക് എത്ര രൂപയുടെ കുറവിട്ട് എന്താ പറഞ്ഞെന്ന് ദേവുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ 1 ലക്ഷം രൂപ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് പണം തരാ എന്ന് പറയുന്നുണ്ട്. അയ്യോ അരുണേട്ട അതൊന്നും വേണ്ട, ഞാൻ വല്ല പലിശക്കാരെടുത്തിട്ട് ചോദിച്ചു നോക്കാം എന്ന് പറയുവാണ് കേട്ടോ ദേവു. നിനക്ക് അറിയാത്ത പലിശക്കാരെടുത്ത് പോയി ചോദിക്കുന്നതാണോ അതോ അറിയുന്ന ഞാൻ തരുന്നതാണോ നല്ലതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എന്തിനാണ് പണത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ പോയിട്ട് അലയുന്നത്? അതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങ് പണം തരുന്നതല്ലേ, അതും നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട്. നമ്മുടെ കുടുംബം പോലെ തന്നെയല്ലേ ഞാൻ കാണുന്നത്. അത് മാത്രമല്ല ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഇതിൽ എന്താ കുഴപ്പമുള്ളത്, ഞാൻ തരാ എന്ന് അരുൺ പറയുവാണേ. അരുണേട്ട ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അരുണേട്ടന്റെ അടുത്ത് ചോദിക്കില്ലായിരുന്നു. ഇതിലിപ്പോ എന്താ ദൈവം ഉള്ളത്? നമ്മള് രണ്ടുപേരും അന്യരൊന്നും അല്ലല്ലോ. നിനക്ക് എന്നോട് ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് മാത്രമല്ല നീ എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിഷമാകത്തുള്ളൂ. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ പണം കിട്ടുള്ളൂ, അപ്പൊ തിരികെ തരാ എന്ന് ദേവു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല, നീ എന്റെ അടുത്ത് തന്നെ പണം മേടിക്കുന്നത്, എപ്പോഴാണോ പണം കിട്ടുന്നത് അപ്പൊ തിരികെ തന്നാ മതി. ചേച്ചി പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു. എന്തായാലും അരുണേട്ടൻ ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാണ്. ഞാൻ പോയിട്ട് ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് വരാം, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അരുൺ ബൈക്കിൽ പണം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെയാണെങ്കിൽ വീട്ടിൽ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പണത്തിന്റെ കാര്യത്തിൽ എന്തായി എന്നുള്ള കാര്യമൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിലാണ് നമ്മുടെ ദേവു രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്നിട്ട് ദേവു വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുവാണേ. കാര്യം അന്വേഷിക്കുമ്പോൾ ചേച്ചി വന്നിട്ട് പറയാ എന്നാണ് രേവതി പറയുന്നത്. ശരി, ഞാൻ എന്തായാലും വരാടി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം ദേവു ആണെങ്കിൽ രേവതിയും കാത്തിട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. രേവതി ആണെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇറങ്ങുമ്പോഴേക്കും ദേവു അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. നീ എന്താടി വാതിക്ക് തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതി. ചേച്ചിയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നതാണ്. ചേച്ചിയുടെ പണം വല്ലതും റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടി, 1 ലക്ഷം രൂപയുടെ കുറവുണ്ടെന്ന് രേവതി പറയുവാണ്. നീ ഏതോ ഫൈനാൻസിനടുത്ത് ചോദിക്കാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, പണം കിട്ടിയോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫൈനാൻസിനടുത്ത് ചോദിച്ചപ്പോ കിട്ടിയില്ല, പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചപ്പോ 1 ലക്ഷം രൂപ തന്നോ എന്ന് പറയണേ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ടടി? എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാൻ തന്നെ മടിയായിരുന്നു, നീ ആരടുത്ത് പോയിട്ടാ കൈ നീട്ടിയെന്നൊക്കെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല ചേച്ചി, നല്ലവർ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് അരുണിന്റെ അടുത്ത് നിന്നാണ് കടം മേടിച്ചതെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് പറയുന്നുണ്ടേ. അയ്യോ അവരുടെ അടുത്തൊന്നും മേടിക്കണ്ടായിരുന്നു, വെറുതെ എന്തിനാണ്, അതൊക്കെ പിന്നീട് ഒരു വല്ലാത്തൊരു ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ചേച്ചിക്ക് പണം തിരികെ കിട്ടുന്ന സമയത്ത് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ചേച്ചി എന്തായാലും ഈ ഓർഡർ എടുത്ത് നന്നായിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ രേവതിയുടെ അടുത്ത് പറയുവാണേ. ഫംഗ്ഷൻ എന്നാന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ചേച്ചിയോടൊപ്പം വരാം. ഇനി കൂടുതൽ ആളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരാം എന്ന് രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. ചേച്ചി എന്തിനാണ് ഈ കരയുന്നതെന്ന് ദേവു ചോദിക്കുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോ. അല്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലും ചെയ്യാതിരിക്കോ? ചേച്ചി ഈ ബിസിനസ് എടുത്ത് ചെയ്തിട്ട് വലിയ ആളാവണം, അതാണ് എന്റെ ആഗ്രഹം. എന്തായാലും ദേവു ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചേച്ചി എന്റെ അടുത്താണോ താങ്ക്സ് ഒക്കെ പറയുന്നത് ദേവു ചോദിക്കുന്നുണ്ടേ. അല്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, പിന്നെ എന്റെ ഫ്രണ്ട് എനിക്ക് ചോദിച്ചപ്പോ തന്നില്ലേ, അപ്പോ ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് തരാതിരിക്കോ? ചേച്ചി വേഗം തന്നെ ഈ പണം കൊണ്ടുപോയി കൊടുത്തിട്ട്
പൂ എടുക്കാനുള്ള വഴിയൊക്കെ നോക്ക്. നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാവുമ്പോ എന്ത് കഷ്ടം വന്നു കഴിഞ്ഞാലും അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് സന്തോഷത്തോട് കൂടിയിട്ട് പോവാണേ. ദേവുവിന്റെ കയ്യിൽ നിന്നും പണം മേടിച്ച് പോയിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ദേവുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒഴുക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ശ്രുതിക്ക് ഓൾറെഡി പനി ഉണ്ടായിരുന്നല്ലോ, നല്ല പനിയാണ് കേട്ടോ രാത്രിയില്. രവി ചെന്നിട്ട് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല പനിയുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് നല്ല പനിയാണെന്നുള്ള കാര്യം ചന്ദ്രയെ പോയിട്ട് അറിയിക്കുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേപ്പിച്ച് മരുന്ന് കുടിച്ചതിന് ശേഷം ചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ പെട്ടെന്ന് പനി വന്നതെന്ന്. ഒരു പക്ഷേ ശ്രുതിയുമായിട്ട് സംസാരിക്കാത്തത് കൊണ്ടായിരിക്കും അമ്മ എന്നാണ് നമ്മുടെ ശ്രുതി പറയുന്നത് കേട്ടോ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ പനിച്ചിരിക്കുന്ന ശ്രുതിയാണെന്നൊന്നും നമ്മുടെ ചന്ദ്രമതി നോക്കുന്നില്ല കേട്ടോ. നീ ആയിരിക്കുന്നോണ്ടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലി കൊന്നേനെ. നീ എന്ത് മണ്ടത്തരാടാ പറയുന്നത്? അവള് കൂടെ ഇല്ലാത്തതുകൊണ്ടും അവളടുത്ത് സംസാരിച്ചില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാടാ പനി വരുന്നത്? നീയൊക്കെ എന്തിനാടാ ഡിഗ്രി പഠിച്ചത്? അവൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും നീ അവളെ പുറകെ താങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണോടാ? ഞാനമ്മ ശ്രുതിയുമായിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായല്ലോ. എത്ര നാളെന്ന് വിചാരിച്ചിട്ട് അമ്മ എങ്ങനെ ഇരിക്കുന്നത്? എന്താടാ നീ അവളുടെ വശത്തേക്ക് ചായാൻ വേണ്ടി തുടങ്ങിയോ? അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതി. നിന്റെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നിന്റെ പഠിപ്പിനും അനുസരിച്ച് നല്ല പെൺകുട്ടികളെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവളെയാണ് ഞാൻ നിന്റെ തലയിൽ കെട്ടിവെച്ചത്. എടാ, അവള് നമ്മളെ എല്ലാവരും പറ്റിച്ചു. ഞങ്ങളെ പറ്റിച്ച കാര്യം വിട്ടേക്ക്. അവള് നിന്നെ പറ്റിച്ചില്ലേ? നീ അവളുടെ ഭർത്താവല്ലേ? എപ്പൊ നോക്കിയാലും നീ അവള് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവളെ പുറകെ നടന്നിട്ടില്ലായിരുന്നോ? എന്നിട്ടും നിന്നെ അവള് പറ്റിച്ചില്ലേടാ? അത് മാത്രോ, അവൾ ഇവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ട് നിന്റെ കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ള കാര്യം വരെ പറഞ്ഞിട്ട് നിന്നെ പറ്റിച്ചില്ലേടാ? എന്നിട്ടും നിനക്ക് ഇപ്പോഴും അവളോട് സ്നേഹമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അതൊക്കെ ശരി തന്നെയാണ് അമ്മേ. അവള് പണക്കാര വീട്ടിലെ പെണ്ണല്ലെങ്കിൽ പോലും അവള് നല്ല പെണ്ണാണ്. എന്താടാ നിനക്ക് ഇപ്പൊ ഒരു മനമാറ്റം? നല്ല പെണ്ണുങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിക്കോ? ഇങ്ങനത്തെ ഫ്രോഡുകൾ മാത്രമേ ഈ പണികളൊക്കെ ചെയ്യത്തുള്ളൂ. എത്ര കള്ളങ്ങളാണടാ അവള് പറഞ്ഞത്? അതിനെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് തല തന്നെ കറങ്ങുന്നുണ്ട്. അങ്ങനത്തെ അവളെയാണോ നീ നല്ലവളെന്നുള്ള കാര്യം പറഞ്ഞത്? അവള് മലേഷ്യയിലെ വലിയ കോടീശ്വരിയാണ്, മൾട്ടി മില്യണർ ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്? അങ്ങനത്തെ അവളിപ്പോ ഒന്നുമില്ലാത്തവളായില്ലേ? അവള് എന്റെ അടുത്താണ് കള്ളം പറഞ്ഞത്. അവളെ ഞാൻ തലയിലേറ്റി കൊണ്ടല്ലേ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നെ അവള് എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി. ഇപ്പോ എല്ലാവരും എന്നെ നോക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നാൻ വേണ്ടി തുടങ്ങി, വലിയ പണക്കാരി എന്ന് പറഞ്ഞിട്ട് തലയിൽ കൊണ്ട് ആടിയിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോ തറയിൽ വീണില്ലേ എന്ന്. എന്തിന്? ആ പൂക്കാരിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാകും. അമ്മേ, ഞാൻ പറയുന്ന ഒന്നും അമ്മ കേൾക്കുകയെന്ന് ശ്രുതിയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ശ്രുതി, നിനക്ക് പനിയാന്നല്ലേ പറഞ്ഞത്? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ മുറിയിൽ പോവാണ്. ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ അടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നിട്ട് പണം കിട്ടിയ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ദേവു അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് മേടിച്ചു തന്നതും അതുപോലെ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ എടുത്തു തന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുവാണ് കേട്ടോ. ഓ, അവള് നല്ല ഉത്തരവാദിത്തമുള്ളവളായി അല്ലേ എന്നൊക്കെ നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. എന്തായാലും രേവതി മണ്ഡപ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ പണം അവൾക്ക് തിരിച്ചു കൊടുക്കണം. അവൾ തന്ന പണവും തിരിച്ചു കൊടുക്കണം. നമുക്കൊരു സഹായത്തിന് വേണ്ടി തന്നതാണെങ്കിലും അവളെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ്. അങ്ങനെ പണം എത്രയും വേഗം തന്നെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണമല്ലോ. അതിനു മുമ്പായിട്ട് നമ്മുടെ അച്ഛന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. രവിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുവാണ്. അച്ഛ അന്ന് മണ്ഡപ ഡെക്കറേഷൻ പറഞ്ഞില്ലായിരുന്നോ? അതിനു വേണ്ടിയിട്ട് പണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. പക്ഷെ അവസാനം പണം കിട്ടി അച്ഛ. ഞാനിതാ ഡെക്കറേഷന്റെ ആവശ്യമായിട്ടുള്ള പൂവിന് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള കാര്യം അച്ഛൻ്റെ അടുത്ത് പറയുവാണ്. രേവതി, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും നല്ലത് മാത്രമേ വരുള്ളൂ. നീ വലിയ വലിയ ഉയരങ്ങളിലെത്തും. അതുകൊണ്ട് നിനക്ക് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും പണത്തിനുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയായിരുന്നു. എന്തായാലും നന്നായി മോളെ. നീ എത്രയും വേഗം തന്നെ പണം കൊണ്ടുപോയി കൊടുത്ത് ആ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ രേവതി അവിടുന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പണം കിട്ടിയെന്നും ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള കാര്യം ചന്ദ്രമതി അറിയുന്നുണ്ട് കേട്ടോ. പണം കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് ഇവിടെ നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതെന്താ അവൾ ഊട്ടിട്ടാണോ നീ ഇത്രയും കാലം തിന്നെന്ന് ചോദിക്കുകയാണ് രവി. അല്ല, അവൾ ഉണ്ടാക്കിയതാണല്ലോ നമ്മൾ തിന്നാറ്. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, തിന്നാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേട്ടല്ലോ ചന്ദ്രേ, ഇനി നീ നിന്റെ പണി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് തിന്നുന്ന രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. രേവതി മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് രവി രേവതിയെ യാത്ര അയക്കുന്നത്. സച്ചി ഒപ്പം വരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട സച്ചിയേട്ടാ, സച്ചിയേട്ടൻ ട്രിപ്പിന് പോയിക്കോ, ഞാൻ പോയിട്ട് കൊടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. രേവതി അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും അവൾ ഇത്രയും പണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ഒരിക്കലും ആ ഓർഡർ രേവതി ചെയ്യാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഹേമയെ ഫോൺ ചെയ്തിട്ട് പറയണോ എന്ന് മനസ്സിലിങ്ങനെ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. പെറുപെറുക്കുന്ന ശബ്ദം കേട്ടിട്ട് രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രയെന്ന്? ഒന്നുമില്ല, ഞാൻ ബാമയെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നു
മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ആരും കേൾക്കാതെ ഹേമയാണ് വിളിക്കുന്നത്. ഹേമയുടെ അടുത്ത് പറയുന്നുണ്ട് പൂവിന്റെ ഡെക്കറേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കടയില്. അത്രയും പണമൊന്നും അവളെ കൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഹേമ. എന്നാ അങ്ങനെയല്ല കാര്യങ്ങള്. അവള് 5 ലക്ഷം രൂപ റെഡിയാക്കിയിട്ടാ ഇവിടുന്ന് 5 ലക്ഷം രൂപയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവള് ഇപ്പം പണവുമായിട്ട് ആ പൂക്കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ അവള് പണം അറേഞ്ച് ചെയ്തൊന്നും അറിയില്ല, പക്ഷെ മൊത്തം പണവും അവൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് അവളെ അവിടെ നിന്ന് പണവുമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അവളെ എനിക്ക് ഇവിടെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് പറ്റുമോ? അത് മാത്രമല്ല എന്റെ ഭർത്താവാണെങ്കിൽ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ശരി, അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര നേരമായി എന്ന് ഹേമ ചോദിക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അവള് ഇവിടുന്ന് വണ്ടിയായിട്ടാണ് ഇവിടെ പോകുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞിട്ട് വേഗം ഫോൺ വെക്കുന്നുണ്ട് ചന്ദ്ര. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് ഹേമയും പറയുന്നുണ്ട്. ചന്ദ്ര ഫോൺ വെച്ചതിന് ശേഷം ഹേമയാണെങ്കിൽ ഹേമയുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി അവിടുന്ന് അവളുടെ വീട്ടിൽ നിന്ന് പണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ഷോപ്പില് ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് അവൾ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാനാണ് വേണ്ടി പോയിരിക്കുന്നത്. അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ പണം തട്ടിപ്പറിച്ചെടുക്കണം. അവള് ഒരിക്കലും ഈ ഓർഡർ ചെയ്യാൻ വേണ്ടി പാടില്ല. രേവതിയെ കുറിച്ച് ഓൾറെഡി ആൾക്കാർക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ രേവതിയുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. രേവതിയുടെ കയ്യിൽ നിന്നും ആ പണം എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞു വയ്ക്കുവാണ് കേട്ടോ നമ്മുടെ ഹേമ ചെയ്യുന്നത്. കയ്യിൽ നിന്നും ആ പണം പോക്കറ്റ് അടിക്കാരെ പോലെ വന്നിട്ട് അടിച്ചുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. രേവതി ഒരുപാട് പിടിച്ചു വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവന്മാര് രേവതിയുടെ കയ്യിൽ നിന്ന് ആ പണം പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനാണ് ചെയ്യുന്നത്. രേവതി ഓട്ടോയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം തോന്നുന്നത്. വണ്ടി എടുത്തിട്ടില്ല, അതുകൊണ്ട് കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ ആ കവർ ഉണ്ടായിരുന്നത്. ഇനി വണ്ടിയിലാണോ കറക്റ്റ് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നില്ല കേട്ടോ. എന്തായാലും ആ പണം രേവതിയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല രേവതിയെ തള്ളിയിടുന്നതോട് കൂടിയിട്ട് രേവതിയുടെ തലയിൽ ചെറുതായിട്ട് മുറിവൊക്കെ പറ്റിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ. രേവതിക്ക് അതൊന്നും അല്ല പ്രശ്നം. ആ പണം എത്ര കഷ്ടപ്പെട്ടിട്ടാ രേവതി ഉണ്ടാക്കിയത്. അത് പോയതിന്റെ വിഷമത്തിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുവാണേ. രേവതിക്ക് അറിയുന്ന ചേച്ചിമാർ ആ വഴിയെ വരുന്നുണ്ട്. കാരണം പൂക്കട ഒക്കെ അവിടെ അടുത്താണല്ലോ, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രേവതി അവിടെ നിന്ന് കരയുന്നത് കാണുമ്പോഴേക്കും ആ പണം കൊണ്ടുപോയ കാര്യത്തെ കുറിച്ച് പറയുകയും അത് മാത്രമല്ല ആ പണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അറേഞ്ച് ചെയ്തത്. നമ്മുടെ ദേവുവാണെന്നുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തന്നാന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. രേവതിക്ക് അടി പറ്റിയതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ രേവതിയെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ അവർ നോക്കുന്നത്. രേവതിയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് സച്ചിയെ വിവരം അറിയിക്കുന്നുണ്ട്. അതേസമയം ഹേമയുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പണം ഹേമയുടെ കയ്യിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഹേമയുടെ കയ്യിൽ നിന്ന് ആ പണം തിരികെ മേടിക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി സച്ചിയുമായിട്ട് ചേർന്നിട്ട്. അതിനു വേണ്ടിയിട്ട് അച്ഛമ്മ വരുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നത്. രേവതിക്ക് ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്നുള്ള കാര്യം അറിയുകയും അച്ഛമ്മ ആ പണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും വരാനുള്ള എപ്പിസോഡിലൊക്കെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്